പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ ലക്കമാഴ്ചവട്ടം തുടങ്ങുകയാണ്. സംഭവബഹുലമായ 2023 അവസാനിച്ച് നാം ഇന്നലെ 2024 പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ വർഷത്തെ ലോകമാകെ വലിയ ആഘോഷത്തോടെയാണ് വരവേറ്റിരിക്കുന്നത്. സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ സൃഷ്ടിച്ച ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഗാസയിലെ അധിനിവേശ യുദ്ധവുമെല്ലാം സൃഷ്ടിക്കുന്ന നരഹത്യകളും ഇതെല്ലാം തുടരുന്നതിനിടയിലാണ് നാം പുതിയ വർഷത്തെ വരവേറ്റിരിക്കുന്നത്. വർഗീയതയും അതേപോലെ വംശീയതയും സാമ്രാജ്യത്വ യുദ്ധങ്ങളും ഇതെല്ലാം സൃഷ്ടിക്കുന്ന കൂട്ടക്കൊലകളുടെയും മാനവികതക്കെതിരായ കടന്നാക്രമണങ്ങളുടെയും എല്ലാം സാഹചര്യത്തെ മനുഷ്യരാശിക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ചൂഷണവും മർദ്ദനവും മതവംശീയ വിഭജന ചിന്തകളും ഒന്നുമില്ലാത്ത ഒരു ഭാവിയിലേക്ക് മനുഷ്യരാശിക്ക് മുന്നേറേണ്ടതുണ്ട്. അതിനായുള്ള കഠിനമായ പരിശ്രമങ്ങൾ തുടരാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്ത്യ മോഡി ഭരണത്തിൻ്റെ ഭീകരതയിലൂടെയാണ് കടന്നു പോകുന്നത്. മതരാഷ്ട്രമായി നമ്മുടെ മഹത്തായ ഇന്ത്യയെ മാറ്റാനുള്ള RSS നീക്കത്തെ, സംഘപരിവാർ നീക്കത്തെ നമുക്ക് ഒറ്റ മനസ്സാലെ ചെറുക്കാൻ കഴിയണം. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും കൂടുതൽ അപകടങ്ങളിലേക്കാണ് നീങ്ങുന്നത്. RSS നിയന്ത്രിക്കുന്ന BJP ഭരണത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള നടപടികൾക്ക് മുമ്പും എങ്ങുമില്ലാത്ത വേഗത ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും എല്ലാം പോലെ ഇന്ത്യയെയും ഒരു മതരാഷ്ട്രമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. RSSൻ്റെ ശതാബ്ദി വർഷമായ 2025 ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. മതകാര്യങ്ങളിൽ ഭരണ നേതൃത്വം ഇടപെടാൻ പാടില്ലെന്ന് നമ്മുടെ ഭരണഘടന തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ പല വിധികളിലും ഇത് ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഒരു സർക്കാർ പരിപാടിയാക്കി, ഔദ്യോഗിക പരിപാടിയാക്കി കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശിലെ BJP ഗവൺമെൻറ്റും മാറ്റുകയാണ്. അതിനനുസരിച്ച് ഉത്തരവും ഇറക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതക്ക് കടുത്ത വെല്ലുവിളിയാണ് ഇത് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം സർക്കാർ പരിപാടിയാക്കിയത് മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ജനുവരി 22 നടക്കുന്ന ചടങ്ങിൽ സംസാരിക്കുന്നതാവട്ടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും RSS തലവൻ മോഹൻ ഭഗവതുമാണ്. മാത്രമല്ല, ജനുവരി 14 മുതൽ 22 വരെ ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങളിലെല്ലാം രാമായണ പാരായണവും ഹനുമാൻ ചാലിസയും എല്ലാം നടത്തണമെന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവിറക്കിയതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് നേതൃത്വം നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകളിലും ഈ ദിവസങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ അരങ്ങേറുമെന്നുള്ളത്, ഇതിൻ്റെ ഭാഗമായി അരങ്ങേറുമെന്നുള്ളത് ഉറപ്പാണ്. ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇന്ത്യയെ എത്രയും പെട്ടെന്ന് ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള നീക്കത്തിൽ ഭരണഘടനയോ മറ്റ് ജനാധിപത്യ നിയമങ്ങളോ കീഴ്വഴക്കങ്ങളോ വ്യവസ്ഥകളോ ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന സംഘപരിവാറിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കാണുന്നത്. അതിനെ എതിർക്കാൻ ആരുമില്ലെന്ന അഹന്തയും ഇവരുടെ നടപടികളിൽ കാണാവുന്നതാണ്. ഭരണഘടനാ വിരുദ്ധമായ ചടങ്ങിലേക്ക് ഒരു കാരണവശാലും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് CPIMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രഖ്യാപനം മറ്റു പാർട്ടികളും മാതൃകയാക്കേണ്ടതാണ്. സമാജ്വാദി പാർട്ടിയും അതുപോലെ CPIയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് മേനി നടിക്കുന്ന കോൺഗ്രസ് പതിവ് പോലെ ഇക്കാര്യത്തിലും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുകയാണ്.
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാൻ 1000-ഓളം തീവണ്ടികൾ അയോധ്യയിലേക്ക് ഓടിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി കേരളത്തിലേക്ക് ഉൾപ്പെടെ വരേണ്ടിയിരുന്ന ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ തന്നെ റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി പോയിന്റുകളും ഇന്ത്യൻ റെയിൽവേ സജ്ജീകരിക്കുകയാണ്. സ്ഥിരമായ പോയിന്റുകൾക്ക് 6,15 ലക്ഷം രൂപയും താൽക്കാലിക പോയിന്റുകൾക്ക് 1,15 ലക്ഷം രൂപയുമാണ് ഇതിനായി റെയിൽവേ മുടക്കുന്നത് എന്നും മനസ്സിലാക്കാനാകുന്നു. രാമക്ഷേത്ര ഉദ്ഘാടനം വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കാനാണ് സംഘപരിവാറിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നീക്കം. അതും സർക്കാർ ചെലവിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും CPIയും എല്ലാം ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പതിവ് പോലെ ഇതുവരെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാണാനാകുന്നത്. മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് ഉള്ളത് ഇപ്പോഴും തീർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കും. കോൺഗ്രസിൻ്റെ ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിൽ ആകെ കോൺഗ്രസിന് അവശേഷിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ആ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്, പ്രതികരണം അദ്ദേഹത്തിൻ്റെ വന്നു കഴിഞ്ഞിരിക്കുന്നു, ക്ഷണിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന്. ഇങ്ങനെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉന്നത നേതാക്കൾ ക്ഷണിക്കാതെ പങ്കെടുക്കുമെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഹിന്ദി മേഖലയിലുള്ള ഏക മുഖ്യമന്ത്രി, ഇങ്ങനെ കോൺഗ്രസ് തുടർന്നു വരുന്ന മൃദു ഹിന്ദുത്വ സമീപനം ഇക്കാര്യത്തിലും സ്വീകരിച്ച് വരുന്നു എന്നാണ് നമുക്ക് കാണാനാകുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നോളമുള്ള സമീപകാല ചരിത്രത്തിലെ നിലപാടുകൾ പരിശോധിച്ചാൽ ഇതിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി BJP എല്ലാറ്റിനെയും തങ്ങളുടെ കാൽക്കീഴിൽ ആക്കുന്നതിനാണ് പരിശ്രമിക്കുന്നത്. ഇന്ത്യയുടെ പേര് ഭാരതമെന്ന് ഏകപക്ഷീയമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ കേന്ദ്ര ഗവൺമെൻറ്റും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ പൂർണ്ണമായി ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തുന്നതിനുള്ള നടപടികൾ നാം കണ്ടതാണ്. ജുഡീഷ്യറിയെയും വരുതിയിലാക്കാനുള്ള നീക്കം തകൃതിയായി നടന്നു വരികയാണ്. അവസാനമായി ഇന്ത്യയിൽ നിലനിന്ന ക്രിമിനൽ നിയമം പൂർണ്ണമായും ഇല്ലാതാക്കി പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. IPC, CRPC അതുപോലെ തെളിവ് നിയമം എന്നിവയൊന്നും ഇനിയുണ്ടാവില്ല. പകരം ഭാരതീയ ന്യായ സംഹിത, അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിവയാണ് നിലവിൽ ഇപ്പോൾ വരുന്നത്. നിയമപാലകർക്കോ അതുപോലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു തരത്തിലുമുള്ള പരിശീലനവും ഒന്നും നൽകാതെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. IPC പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് വന്ന രാജ്യത്ത് വലിയ ആശങ്കയാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്കെതിരായി ദേശവ്യാപകമായി ജനങ്ങളെ അണിനിരത്തി ഹിന്ദുത്വ ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് മതനിരപേക്ഷ ശക്തികളുടെ മുമ്പിലുള്ള അടിയന്തരവും അതുപോലെ തന്നെ പരമപ്രധാനവുമായ ചുമതല എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു.